ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അച്ഛൻ്റെ ഒരു ഷർട്ടാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് മോൾക്കുള്ള ഒരു ഉടുപ്പും അതിനുള്ള ഒരു ട്രൗസറും മാച്ച് ട്രൗസറുമാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഷർട്ട് ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഷർട്ടാണ്, നല്ല വടി പോലെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഷർട്ടിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെനിൻ്റെ ഷർട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിഫൊക്കെ മുക്കിയിട്ട് ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വടി പോലെ നിൽക്കും. തയ്ച്ചെടുക്കാൻ നല്ല സുഖമാണ്, വെച്ചെടുത്ത് നിൽക്കുന്ന പോലത്തെ തുണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് തുണി കിട്ടണം എന്നില്ല കേട്ടോ. പക്ഷേ മോൾക്കുള്ള നല്ല അടിപൊളി ഉടുപ്പും അതുപോലെ തന്നെ ട്രൗസറും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാണിച്ചു തരാം. ഒരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണോ, ഞാൻ പറഞ്ഞിരുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പോക്കറ്റ് ഒന്ന് തുണി കീറിപ്പോവാണ്ട് നല്ല നീറ്റായിട്ടൊന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം ആ ഒരു കോളർ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ, അതായത് നമ്മുടെ തോൾക്കുഴീൻ്റെ ആ പോർഷന് നേരെ ഒരു കട്ടിങ് കൊടുത്തു കേട്ടോ. ഇന്ന് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഷോൾഡറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോർഷൻ ക്ലോത്തിൽ നിന്നാണ് അതിൻ്റെ മുകളിലായിട്ട് ഫ്രോക്കിൻ്റെ മുകളിലായിട്ടുള്ള ചെസ്റ്റ് പോർഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗവും നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതായത് ഇതുപോലെ ജസ്റ്റ് ഒരു ഊഹത്തിനനുസരിച്ചിട്ടുള്ള ബോഡി പോർഷൻ, അതായത് ആ ഒരു ചെസ്റ്റ് പോർഷനും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ത്രെഡൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് നല്ലൊരു ഉടുപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ആയിട്ടാ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ത്രെഡും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചെസ്റ്റ് പോർഷൻ, അതായത് ബോഡി പോർഷൻ്റെ മെയിനായിട്ടുള്ള ഏരിയ എടുത്തിട്ടുള്ള ആ ഒരു നെക്കും അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ആ ഹോൾ ഉണ്ടല്ലോ, ആം ഹോള്, അതും ആ ഒരു ഭാഗം ഒന്ന് നല്ല നീറ്റായിട്ടൊരു കുഞ്ഞ് പോർഷൻ മടക്കിയിട്ട് ഒന്ന് ഉള്ളിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഭാഗവും ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ആ രണ്ട് പോർഷനും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് താഴത്തെ ആ ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ബട്ടൺ വരുന്ന പോർഷൻ, അത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം എത്രയാണോ നമുക്ക് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്, അതിൻ്റെ അളവും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഞാൻ ഇത് ഹാഫ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെസ്റ്റ് പോർഷനായിട്ട് നമ്മൾ മാർക്കറ്റിൽ 2 പീസ് തുണി ഉണ്ടല്ലോ, അതിൻ്റെ പകുതി മടക്കിയിട്ട് ഒന്ന് നമ്മൾ ചോക്ക് വെച്ചിട്ട് അതിൻ്റെ ഒന്നിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം ജസ്റ്റ് ആ ഒരു ബട്ടൺ ഇടുന്ന ആ ഒരു പോർഷൻ അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് ഞെറിവ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഞെറിവ് കൊടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് പിന്നീട് ഉള്ളത് എന്താ വെച്ചാൽ ബാക്ക് സൈഡിലെ പോർഷൻ നമുക്ക് ഒരു 6 ഞെറിവ് കൊടുക്കാനുള്ള ഒരു പോർഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഷർട്ടിൻ്റെ തന്നെ സ്റ്റിച്ച് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഉടുപ്പിലേക്കുള്ള സ്റ്റിച്ചിങ്ങും സെറ്റാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല നീറ്റായിട്ടൊന്ന് മടക്കി അതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു സൈഡിൽ ഞെറിവ് കൂടുതൽ, ഒരു സൈഡിൽ ഞെറിവ് കുറവ്, അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് 2 സൈഡിലും ഒരേ അളവിൽ ഞെറിവ് ഉണ്ടാക്കിയെടുക്കാനും അത് നല്ല നീറ്റായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലെ ഒരു ഹാഫ് പോർഷനും ഞെറിവിട്ടൊന്ന് സെറ്റാക്കി എടുത്തു. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ജോയിൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഹാഫ് പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മറ്റേ പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള രീതി കിട്ടും. അത് ഓപ്പൺ ചെയ്തിട്ട് മാത്രം പിടിച്ചിട്ട് ബാക്കിയിലൊന്ന് ഞെറിവിട്ട് കൊടുക്കാം കേട്ടോ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് ഒരു പ്രോപ്പർ വീഡിയോ ഇട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന രീതിയിൽ ഒന്നും എനിക്കറിയില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത് ടച്ച് വിട്ടുപോയി. ചെയ്യാതെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനുള്ളിലൊരു കണക്ഷൻ പോകുമല്ലോ, അങ്ങനെ പോയി. ഞാൻ ഇനിയും എനിക്ക് പറ്റുന്ന രീതിയിൽ പല വീഡിയോസും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഞെറിവിട്ട് കൊടുത്ത ആ ഒരു പോർഷൻ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടി പ്രസ്സിങ് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് മസ്റ്റായിട്ടും ചെയ്യേണ്ടത് തന്നെ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അത്രയും കോട്ടൺ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വടി പോലെ കൊട പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മാറിക്കിട്ടാനും ഇങ്ങനെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും എനിക്കിത് ഓൾട്ടർ ചെയ്യേണ്ടി വരും. മോൾക്ക് ഇത്രയൊന്നും വീതി വേണ്ടി വരില്ല. എന്നാലും ഞാൻ എന്തായാലും നല്ല ലെങ്ത്തിൽ ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ഭാവിയിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു വീതി കൊടുത്തത്. പിന്നെ നമ്മൾ പോക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് താഴത്തൊരു പോർഷനിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്.
അതാ ഇതുപോലെ അതും ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു പോക്കറ്റാണ് എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സിൽ. കാരണം നമ്മളൊക്കെ ഫോണൊക്കെ ഇട്ട് നടക്കുന്നത് അവൾ കാണുന്നുണ്ടല്ലോ. അവളും ആദ്യം തന്നെ ചെയ്തത് അതിൽ പോക്കറ്റിൽ തന്നെ മൊബൈൽ ഫോണൊക്കെ ഇട്ടിട്ട് ഹലോ ഹലോ ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് അവർ കോപ്പി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്രയാണ് നമ്മളെ മെയിനായിട്ട് ഉടുപ്പിൻ്റെ കാര്യം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം അത്രേ. അതിന് പകരം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു പോർഷനിൽ ചെറിയൊരു പീസ് അഡീഷണൽ ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അത് സൂചി ഇറക്കി ഇങ്ങനെ ബാക്കോട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള പോർഷൻ കിട്ടുമല്ലോ. അങ്ങനെ ഒരു റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കൂടെ കുറച്ചൊരു പീസ് എലാസ്റ്റിക് നമ്മളൊന്ന് ഇറക്കി കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു. കാരണം അവരെ ഷോൾഡർ ഇങ്ങനെ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് സെറ്റായിട്ട് അവിടെ ഇരിക്കും. കാരണം വേണ്ട അളവിനനുസരിച്ച് മാത്രം പൊങ്ങുകയും ചെയ്യും, എന്നാൽ ടൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മൈൻഡിൽ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം അത് ആ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യാണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പോർഷനിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ആ സ്ലീവ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് ഇരിക്കുന്നത്. ഇനി നമുക്ക് 2 സ്ലീവിൻ്റെ പോർഷൻ ബാക്കിയുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഒരേ ലെങ്ത്തിൽ 2 ഭാഗം ഈ ഒരു നീളത്തിൽ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. മുകളിലായിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ ടീഷർട്ടിൻ്റെ പീസാണ് ജോയിൻ ചെയ്ത് കൊടുത്തത്. ഷർട്ടിൻ്റെ ഒത്തിരി പീസ് ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു പീസ്. അത് ജോയിൻ ചെയ്തെടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാനൊരു ബ്ലാക്ക് ക്ലോത്ത് കിട്ടിയത് ഇതുപോലെ ചെയ്തത്. പഴയ ഒരു അണ്ടർവെയറിൻ്റെ ഇതൊരു VIP-ൻ്റെ വലിയൊരു എലാസ്റ്റിക് പണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ ട്രൗസറും റെഡി ആയിട്ടുണ്ട്, മോളുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. അതും നമ്മൾ ഒരു ഷർട്ടിൽ നിന്നാണ് റെഡിയാക്കി എടുത്തത്. അച്ഛൻ ഇടാണ്ട് വെച്ചൊരു ഷർട്ടാണ്, പഴയതൊന്നും അല്ല കേട്ടോ, പുതിയത് തന്നെയാണ്. പിന്നെ മോളുടെ അളവിനനുസരിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ഓൾട്ടറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കറക്റ്റാണ്. ഉടുപ്പ് നല്ല നീളമുണ്ടായിരുന്നു, എന്നാലും ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. അവൾക്ക് അത് ഇട്ടിട്ടും നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ മോൾക്ക് ഈ ഒരു ഷർട്ട് കൊണ്ട് അടിച്ചിട്ടുള്ള ഉടുപ്പ് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പിയാണ്, ഇട്ട് കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് തന്നെയാണല്ലോ നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിട്ടിട്ട് ഭയങ്കര കളിയായിരുന്നു. ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയത് കേട്ടോ. ഒരു തരത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും വീഡിയോയിൽ എന്താ മോളെ കാണിക്കാത്തേ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹലോ 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 നൈന കുട്ടിയാ.